ഇന്ന് അങ്ങനെ തന്നെ ആവട്ടെ തുടക്കം. ഞാനും ഒരുപാട് വാരി കൊടുത്തിട്ടുള്ള ഇത് കണ്ടിട്ട് ഞാൻ മാത്രമായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? വാ. നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാത്തിനും. നിങ്ങളെ കടയിൽ നിന്ന് കഴിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാ അവിടുന്ന് പലപ്പോഴും പാഴ്സലൊക്കെ വാങ്ങിക്കുന്നത്. ഇങ്ങോട്ടുള്ള വരവ് പെട്ടെന്നായിപ്പോയി. അല്ലെങ്കിലേ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിക്കൊണ്ടു വന്നേനെ. അച്ഛന് ദിവസങ്ങളോളം കഴിക്കാനുള്ള പലഹാരമൊക്കെ ഞങ്ങൾ ടിന്നിലിട്ടോണ്ട് വരാം. അല്ലെങ്കിൽ അവിടെ വരുമ്പോ കടയിൽ കയറിയാ മതി, ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാം. ആയിക്കോട്ടെ. അപ്പോഴേ പക്ഷേ വന്ന സ്ഥിതിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടേ. മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. ഇതുവരെ നന്ദനമോക്ക് ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ കിട്ടിയിട്ടില്ല. ഇവർക്കൊരു കുഞ്ഞ് പിറന്നിട്ടില്ല. ഇപ്പോഴൊരു ഡോക്ടറെ കാണുന്നുണ്ട്. അത് അരുണിന്റെ അപ്പച്ചി പറഞ്ഞ ഡോക്ടറാ. എന്തായാലും ഇവിടെ വരാൻ സമ്മതിക്കത്തില്ല. എങ്കിലും ഇങ്ങനെ വരുമ്പോ ചികിത്സ മെല്ലെ തുടങ്ങാവുന്നേ ഉള്ളൂ. എല്ലാ ടെസ്റ്റും നടത്തിയിട്ടില്ലേ മോളെ? നടത്തി. വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ആ ടെസ്റ്റ് റിസൾട്ട് എങ്ങനെയെങ്കിലും എന്റെ അടുത്ത് എത്തിക്കണം. പിന്നെ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ഞാൻ വാട്സാപ്പിലെ റിസൾട്ട് അയച്ചു തരാം. മതി. അപ്പൊ വാട്സാപ്പില് ഞാൻ ചില മരുന്നുകൾ അയച്ചു തരാം. അതൊക്കെ മോള് കഴിക്കണം. പിന്നെ അരുണിനുള്ള മരുന്ന് സംശയം തോന്നാതെ പാലിലോ മറ്റോ കലർത്തി കൊടുത്താൽ മതി. 1-2 മാസത്തിനകം റിസൾട്ട് ഉണ്ടാവും. എല്ലാവരും കാത്തിരിക്കുക ഇവരുടെ ഒരു കുഞ്ഞിനെ കാണാൻ. ആ കുഞ്ഞ് തന്നെയാണ് ഇനി എന്റെയും പ്രതീക്ഷ. പിന്നെ മോള് പ്രഗ്നന്റ് ആയി കഴിയുമ്പോ പ്രോപ്പറായിട്ട് ചികിത്സ കൊടുക്കാൻ കഴിയാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. വിശേഷമായ പിന്നെ പ്രശ്നമില്ലല്ലോ ഡോക്ടറെ. ഇതുപോലെ ഫോണിലൊക്കെ വിളിച്ച് മരുന്നിന്റെ കാര്യമൊക്കെ പറയാലോ. ആ സമയത്ത് ഞാൻ പറയുന്ന ഡോക്ടറെ മോള് അരുണിനെ കൊണ്ടുപോയി കണ്ടാ മതി. അല്ലെങ്കിൽ വേണ്ട, വിശേഷമായി കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന ഡോക്ടറെ കണ്ടാലും മതി. അവരും നല്ല ഡോക്ടറാ. അയ്യോ, അരുൺ സാറോ? നീ കൊണ്ടുപോ മോളെ, ഞാൻ സംസാരിക്കാം. ഹലോ. ആരുടെ? പുറപ്പെട്ട കണ്ണേട്ടാ? ഇല്ല, ഞങ്ങളൊരു ദേവീക്ഷേത്രത്തിലേക്കാ വന്നേ. വന്നു കഴിഞ്ഞപ്പോ ഇവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. മോൾ അടുത്തുണ്ട്, ഞാൻ കൊടുക്കണോ? കൊടുക്ക്. ഹലോ സാറേ, എന്റെ കൂടെ കണ്ണേട്ടനുണ്ട്, പേടിക്കണ്ടാട്ടോ. എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ താനിങ്ങനെ പോകുന്നുള്ളത് നേരത്തെ ഒന്ന് പറയായിരുന്നു. തറവാട്ടി വന്നപ്പോഴാ പവിത്ര അടുത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞതേ. പിന്നെ ഇങ്ങോട്ട് പോരുമായിരുന്നു. ശരി, അന്നദാനമൊക്കെ കഴിച്ച് നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നാ മതി. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം പറയാൻ മറക്കണ്ട, താരാട്ടുപാടാൻ ഒരു കുഞ്ഞിന്റെ കാര്യം. അതും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാം. ശരി ശരി സർ. പവിത്ര ഒരു മണ്ടത്തരം കാണിച്ചു. അവള് കൂടെ ഉണ്ടെന്ന് അവള് അമ്മയെ കൊണ്ട് പറയിച്ചു. ഇനി അവളെ എങ്ങാനും അരുണ് കണ്ട കുഴഞ്ഞു തന്നെ. വലിയൊരു നിമിത്തമായപ്പോ ഉണ്ടായിരിക്കുന്നത്. അമ്പലത്തിലാണെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഭഗവാനോട് പറയാൻ, ഒരു കുഞ്ഞിനെ വേണമെന്ന്. അതിനെപ്പറ്റിയാണല്ലോ ഇപ്പൊ കാണപ്പെട്ട ദൈവം സംസാരിച്ചോണ്ടിരുന്നത്. അത് ശരിയാ, ഒരു മകൾക്ക് കാണപ്പെട്ട ദൈവം അവളുടെ അച്ഛനും അമ്മയും തന്നെ. അതുകൊണ്ട് തന്നെ ആ ദൈവം ഉറപ്പുവരുന്നത് മോളുടെ കാര്യത്തിൽ ഒരു പരിഹാരം കാണാൻ. എത്രയോ ദമ്പതികൾക്ക് ഞാൻ ഈ കാര്യത്തിൽ ആശ്വാസം കൊടുത്തിരിക്കുന്നു. പിന്നെ മോളുടെ കാര്യത്തിൽ എന്തിനാ പുറകോട്ട് പോകുന്നു? ഇതൊക്കെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ശേഷം ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം അച്ഛനുണ്ടായില്ലല്ലോ.
ഡോക്ടർക്ക് വേദനിച്ചെങ്കിലും മോള് ചോദിച്ചത് ചോദിക്കേണ്ട ചോദ്യം തന്നെ. അങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എന്റെ ചികിത്സ ഫലിക്കില്ലെന്നാണോ നിങ്ങൾ രണ്ടാളും പറയുന്നത്? എന്നല്ല, എങ്കിലും അതും ഈ ഘട്ടത്തിൽ പറയണമല്ലോ. എന്റെ കാര്യത്തിൽ എനിക്ക് പിഴവ് സംഭവിച്ചിട്ടുള്ളൂ. എന്റെ മോൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല. മഞ്ജു അനന്തും ഇതേ നിരാശയായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് റിസൾട്ട് ഉണ്ടായി. അത് തന്നെയായിരിക്കും മോൾക്ക് സംഭവിക്കുന്നത്. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. അച്ഛൻ കഴിക്ക്. എന്റെ അമ്മയുടെ പേര് ഇടയ്ക്കച്ഛൻ പറഞ്ഞായിരുന്നു കേട്ടോ. നല്ല പേരാ, ഉത്തര. എന്നോട് ആ പേരല്ലോ അരുൺ അപ്പച്ചി പറഞ്ഞത്. യഥാർത്ഥ പേര് വേറെയാ. എങ്കിലും വീട്ടിൽ വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നതൊക്കെ ഉത്തരയെന്നാ. എന്താ മോളെ, ഉണ്ണിയെ വിളിച്ചിട്ട് എടുത്തില്ലേ? ഇതുവരെ എടുത്തിട്ടില്ല. ഉണ്ണിയേട്ടൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടമ്മേ. ഇവിടുന്ന് പെണ്ണ് കണ്ടു പോയതിനു ശേഷം എത്ര തവണ വിളിച്ചതാ. അപ്പോഴൊക്കെ നല്ല സ്നേഹത്തോടെ സംസാരിച്ചത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം. കല്യാണത്തിന് മീഡിയേറ്റർ കാർത്തുവാ. മോള് കാർത്തുവിനോട് വിവരം പറ. കാർത്തു ഉണ്ണിയോട് സംസാരിച്ചോളൂ. ഉണ്ണിയേട്ടനോട് സംസാരിക്കാൻ കാർത്തുവച്ചയുടെ റെക്കമെൻഡേഷൻ വേണോ? ഉണ്ണിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാർത്തുവിനോട് പറയില്ലേ? എന്റെ സംശയം അത്രയും മഞ്ജു ചേച്ചി അനന്തുവേട്ടനെയാ. രണ്ടെണ്ണവും ഈ വിവാഹം മുടക്കാൻ പരമാവധി ശ്രമിക്കും. പുറത്തുനിന്നുള്ള ബന്ധമായിരുന്നെങ്കിൽ അവരങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമുക്ക് കരുതായിരുന്നു. എന്നാ ഇവിടെ അതല്ലല്ലോ. അവരിനി എത്ര ശ്രമിച്ചാലും ഈ ബന്ധം അലമ്പിക്കളയാൻ അവർക്ക് പറ്റില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും അമ്മ ഉണ്ണിയേട്ടൻ എന്നോട് ഒരു താല്പര്യം ഇല്ലാത്തത്? മറ്റെന്തെങ്കിലും വിഷമം കാണുമായിരിക്കും. മോളെ, ഇനിയിപ്പോ മോൾക്കൊരു കുടുംബം ഉണ്ടാവാൻ പോവാ. അതിനിടയില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടാവും. അങ്ങനെ പിണങ്ങിക്കഴിഞ്ഞ ശേഷം ഒന്നിക്കുന്നൊരു സുഖ. അതൊക്കെ ദാമ്പത്യത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാ. പിന്നെ പിണങ്ങാനും അവകാശപ്പെട്ടവര് വരുമല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. അത് കഴിയുമ്പോ പിന്നെ ജീവിതത്തിലൊരു പക്വതയാവും. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ ചെറിയ പ്രശ്നങ്ങൾ നമ്മളായിട്ട് വലുതാക്കരുത് എന്ന് കരുതി ഞാൻ വിളിക്കുമ്പോ എടുക്കാതിരിക്കുന്നത് തെറ്റല്ലമ്മേ. അതിന്റെ അർത്ഥം എന്നോട് വെറുപ്പുണ്ടെന്നല്ലേ? മോള് കാർത്തൂനോട് പരാതി പറഞ്ഞോ? ഇപ്പൊ ഉടനെ വിളിച്ചു പറയണ്ട. കാർത്തു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോ പറഞ്ഞാ മതി കേട്ടോ.
ഇനിയിപ്പോ അരുണിനെ അയാളുടെ അപ്പച്ചിയെന്നും എന്റെ ഭാഗത്തെ ന്യായങ്ങൾ അറിയിക്കാൻ ശ്രമിക്കണ്ട. അതുപോലെ തന്നെ അരുൺ വീട്ടിലില്ലാത്ത സമയത്ത് മാത്രമേ ഞാൻ മോളെ ഇങ്ങോട്ട് ക്ഷണിക്കത്തുള്ളൂ. ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അരുൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കില്ലേ, ആ സമയത്ത് മാത്രം. പിന്നെ കാണണമെന്നുള്ളപ്പോ ഞാൻ അങ്ങോട്ട് വന്നോളാം. അതാ നല്ലത്. അവിടെ ആവുമ്പോൾ ഒരുപാട് പേര് ഡോക്ടറെ സ്നേഹിക്കുന്നവരുണ്ട്. അവരെല്ലാരും നിങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടാക്കും. ഇടയ്ക്ക് വെച്ച് നിരാശ കൂടിയപ്പോ തിരിച്ച് അമേരിക്കയിലേക്ക് പോയാലെന്ന് വിചാരിച്ച അവിടെ പോയിട്ട് പണം സമ്പാദിക്കാനൊന്നുമില്ല, ആതുര സേവനം വാർദ്ധക്യം വരെ കൊണ്ടുപോവാം. അത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സിറ്റിസണിന് നല്ല കെയറും കിട്ടും. ഇവിടുത്തെ പോലെയല്ല, മുതിർന്ന പൗരന്മാരെ ബഹുമാനിക്കുന്ന നാട്. അങ്ങനെ വാർദ്ധക്യം തീർക്കാന്നൊക്കെയാ കരുതിയത്. അതിനിടയിൽ മോള് സ്നേഹിച്ചതോടെ പുതുജീവൻ വെച്ചതുപോലെയായി. ഇനിയിപ്പോ തിരികെ പോകാനൊന്നും തോന്നുന്നില്ല. ഇനിയിപ്പോ ഡോക്ടർ പോവാൻ ശ്രമിച്ചാലും ഞങ്ങൾ വിടില്ല. പിന്നെ ദീപൻ മാമന്റെ മോളെ കല്യാണം കഴിച്ചോടെ ഒരു ബന്ധുവായല്ലോ. അതിനപ്പുറം ബന്ധമല്ലേ ഇപ്പോ ഉള്ളത്, എന്റെ മോള് നിമിത്തം. അനന്തവും മഞ്ജുവാണെന്ന് തോന്നുന്നു. ഞാനിപ്പോ വരാം. മോളോട് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ കൺസൾട്ടിങ് ഇല്ല, ഇങ്ങോട്ട് വരണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരു അബോർഷൻ കഴിഞ്ഞതല്ലേ ഡോക്ടറെ, അതുകൊണ്ട് ഇവൾക്ക് ട്രീറ്റ്മെന്റ് ഉടനെ തുടങ്ങണമെന്ന് നിർബന്ധം. നിങ്ങൾ നിർബന്ധം പിടിക്കുമ്പോ സേവനം ചെയ്യാൻ ഞാൻ നിങ്ങളെ ശമ്പളക്കാരനൊന്നും അല്ലല്ലോ. തൽക്കാലം കുറച്ച് സാവകാശം വേണം. അറിയാലോ, ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക. പേഷ്യൻസിനെ ഒന്നും നോക്കുന്നുമില്ല. സ്വസ്ഥമായിട്ട് കുറച്ച് ദിവസം കഴിയാനാണ് ഇങ്ങോട്ട് വന്നത്. ഡോക്ടർ ഡോക്ടറുടെ വൈഫിനെ പോലും കെയർ ചെയ്യുന്നില്ലല്ലോ. ഞാൻ എന്റെ വൈഫിനെ കെയർ ചെയ്യുന്നില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കാണോ? അല്ല, സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. സംസാരിക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി, ബാക്കിയൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല. ഞങ്ങളോട് ഡോക്ടർ ഇത്രയും അവഗണന കാണിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങൾ തെറ്റു മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് രണ്ടാൾക്കും ചുറ്റുമുള്ളവര് വളരെ നല്ലവരാ. അത് ഞാൻ കൃത്യമായി അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളാ, സത്യങ്ങളാ. പ്രത്യേകിച്ച് അനന്തുവിന്റെ അനിയൻ അരുൺ. അയാളൊക്കെ ക്യാരക്ടറുള്ള കൂട്ടത്തിലാ. അവരെയൊക്കെയാ നിങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതിനെല്ലാം കാരണം ഒരുത്തി മാത്രമാ. ആ ഒരുത്തിയുടെ പേരിവിടെ പറയണ്ട. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ അനിയന്റെ ഭാര്യ കാർത്തൂന്. എനിക്ക് ഇഷ്ടമാണ്, മറ്റുള്ളവരെ പോലെ തന്നെ. ഇന്ന് ഞാൻ അവളെ ഒരു മകളെ പോലെ സ്നേഹിക്കുന്നുണ്ട്. ഒരു സമയത്ത് ആ സ്നേഹം മഞ്ജുവിനോടായിരുന്നു. അതെ, പക്ഷേ അങ്ങനെ സ്നേഹിക്കാൻ പറ്റാത്ത ആളാണ് തന്റെ ഭാര്യ എന്ന് അറിഞ്ഞപ്പോ മുതല് ഞാൻ മഞ്ജുവിനെ മാറ്റി നിർത്തി. ഇനിയിപ്പോ ഡോക്ടർ പേഷ്യന്റ് ആ ഒരു ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. അതിനപ്പുറം ഒന്നും പ്രതീക്ഷിച്ചോണ്ട് വരണ്ട. ഞങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ചികിത്സ തേടിയാ വന്നത്. അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇപ്പൊ എനിക്കതിന് സമയമില്ല. ഇപ്പോഴെന്നല്ല, കുറച്ച് നാളത്തേക്ക്. പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഇനി വിളിച്ചിട്ട് വന്നാ മതി. അത് 1 മാസം കഴിഞ്ഞിട്ട്. നമുക്ക് പോവാനെന്തോട്ടാ? എന്നാ ഞങ്ങൾ പോയിട്ട് വരാം ഡോക്ടറെ. ശരി, നീ വണ്ടി കയറി മഞ്ജു. ഏതായാലും നിങ്ങളെ കാണാത്തത് ഭാഗ്യമായി. വരുമ്പോഴൊക്കെ പറയാറുണ്ട്, കുടുംബത്തുള്ളവരെ തമ്മിൽ തെറ്റിച്ചത് കാർത്തുവാണെന്ന്, കാർത്തുവിന്റെ മന്ത്രവാദമാണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് മഞ്ജുനെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയരുത് അച്ഛാ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ശേഷം മഞ്ജു എടുത്തിയുടെ സമനില തെറ്റിയതാ.
അതുകൊണ്ടാണോ അവരുടെ സമനില തെറ്റിയത്? അതും ഒരു കാരണമായിരുന്നു. മോൾ ഇനി അവക്ക് വേണ്ടി ഡോക്ടറെ നിർബന്ധിക്കാനൊന്നും നിൽക്കണ്ട. എത്ര കൊണ്ടാലും പഠിക്കാത്ത ചിലരുണ്ട്. ആ ഗണത്തിൽപ്പെട്ടതാ ഈ അനന്തവും മഞ്ജുവൊക്കെ. അവരാഗ്രഹിക്കുന്ന നേട്ടം അവരെ തേടി വന്നില്ലെങ്കിൽ അവര് സ്വന്തം ചോരയെ പോലും ഇല്ലായ്മ ചെയ്യും. കണ്ണം പറഞ്ഞതാ മോളെ ശരി. അതുകൊണ്ട് മോള് അത്തരക്കാരായിട്ട് കൂടുതൽ അടുപ്പൊന്നും വയ്ക്കണ്ട. ഡോക്ടറെ, ഞങ്ങൾക്ക് പോന്നേരേ. പോട്ടെ അച്ഛാ. പോയിട്ട് വരട്ടെ അച്ഛാന്ന് പറഞ്ഞില്ല. എപ്പോഴും വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ അങ്ങനെ പറയാതിരുന്നത്. എങ്കിലും പോയിട്ട് വരട്ടെ. റിസ്ക് എടുത്ത് വരണ്ട. സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോ വന്നാ മതി. പിന്നെ കണ്ണം പറഞ്ഞ പോലെ അവിടെ എല്ലാ കഥകളും അറിയാവുന്ന ഒരുപാട് പേരുണ്ടല്ലോ. എനിക്ക് അവിടെ വന്ന് മോളെ കാണാം. പിന്നെ കണ്ണനിപ്പോ ഒരു ആവശ്യം പറഞ്ഞു, ഒരു കുഞ്ഞിന്റെ കാര്യം. മോള് വിശേഷം അറിയിച്ചു കഴിഞ്ഞാല് കുറച്ചുനാൾ കഴിയുമ്പോ മോളെ കണ്ണം വന്ന് മതിലകത്തോട്ട് കൂട്ടിക്കൊണ്ടുവരും. സ്വന്തം കുടുംബത്താണല്ലോ ഡെലിവറി നടക്കേണ്ടത്. ആ സമയത്തൊക്കെ എനിക്ക് വേണമെങ്കിൽ അവിടെ താമസിച്ച് മോളെ കാണാം. ഒരുപാട് മുറികളുള്ള വീടാണല്ലോ ഡോക്ടറെ. ഏതെങ്കിലും മുറി കയറിയെന്ന് ആരും കാണത്തൂല്ല. ഏയ് എന്നാലും വേണ്ട കണ്ണ. ഞാൻ കാരണം മോളുടെ കുടുംബം തകരാൻ പാടില്ല. ഇടയ്ക്കൊക്കെ ആ നാഗക്ഷേത്രത്തിൽ വരണം. അവിടുത്തെ നാഗത്താന്മാരാ എനിക്ക് സത്യം വെളിപ്പെടുത്തി തന്നത്. അവിടെ ഇപ്പൊ ആഴ്ചയോടാഴ്ച വരുന്നുണ്ടല്ലോ മോളെ. വഴിപാടൊക്കെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. നാഗത്തന്മാർ ഇനി അങ്ങോട്ട് എന്തിനും ഏതിനും തുണയായിട്ടിരിക്കട്ടെ. ഞങ്ങൾ പോയിട്ടുണ്ട് ഡോക്ടറെ. എന്നാ ശരി അച്ഛാ. ചില അവന്മാരൊക്കെ ഓരോന്ന് എഴുതി വിടുന്നത് വായിച്ചാ ചിരിച്ചു ചിരിച്ചു മനുഷ്യന്റെ പണി തീരും. ഇവനൊക്കെ ഇത് എവിടുന്ന് കിട്ടുന്നതെന്തോ. ചിലപ്പോ ഇവന്റെയൊക്കെ ഭാര്യമാരും ഇങ്ങനെയായിരിക്കും. അയ്യോ, അരുണ് വീണ്ടും വന്നല്ലോ. ഇനി എന്ത് പറയുമോ എന്തോ. ഈ പിള്ളേര് വന്നതുമില്ലല്ലോ. എന്താ അവര് വന്നോ? അവര് വന്നോണ്ടിരിക്ക. അയ്യോ, അപ്പൊ ഇതുവരെ വന്നില്ലേ? ഇപ്പൊ എത്തുമെന്നൊക്കെ പറഞ്ഞു ഇടയ്ക്ക് വിളിച്ചപ്പോ. ഞാൻ വിളിച്ചപ്പോ അന്നദാനത്തിൽ പങ്കെടുത്തോണ്ടിരിക്കായിരുന്നല്ലോ. തിരിച്ചെത്താനുള്ള സമയം ആയില്ലേ? ആ, അന്നദാനം കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ചിട്ടേ വരുവുള്ളായിരിക്കും. അവിടെ അങ്ങനെ ഒരു പതിവുണ്ട്. അന്നദാനത്തിന് ശേഷം പായസം കുടിക്കണം. അവര് വന്നല്ലോ. അതെ, അരുണ് വന്നിട്ടുണ്ടല്ലോ മോളെ. തിരിച്ച് ടാക്സിയിൽ വന്നത് നന്നായി. ആ, പോയിക്കോ. ടാക്സിയിലൊക്കെയാണ് പോയേ? 3 ആളില്ലേ മോനെ. പിന്നെ ബൈക്കിൽ പോകാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പോ 2 ആളല്ലേ ഉള്ളൂ. പവിത്ര എവിടെ പോയോ എന്തോ. അരുണത്തെയായിരുന്നു. ഇത് 2ാമത്തെ തവണയാ വരുന്നേ. ഏതായാലും ഇപ്പൊ വന്നപ്പോ തന്നെ നിങ്ങളെത്തി. പവിത്രടുത്ത് നിങ്ങൾക്കൊപ്പം വരുന്നു പറഞ്ഞിട്ട് ആളെവിടെ? അത് വരുന്ന വഴിക്ക് പവിത്ര കടയിലൊന്നും ഇറങ്ങി. ഇന്ന് രാവിലെ മുതൽ അവിടെ ഇല്ലല്ലോ. ഇന്നത്തെ വൈകുന്നേരത്തെ പണിയൊക്കെ അവള് തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു. ഇത് ഏതമ്പലത്തിൽ ഇത്രയും സമയം ചെലവഴിച്ചത്? ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ 2-3 അമ്പലത്തിൽ കയറിയിട്ടാ പോയെ. പിന്നെ പ്രധാനമായിട്ട് പോയത് ചെറിയ കാവക്കുള്ള അമ്പലത്തിലാണേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മോക്ക് തൊഴുതിട്ട് മതിയായില്ലെന്ന് പറഞ്ഞ് അവിടെ തന്നെ അങ്ങ് ഇരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ എപ്പോഴും. അല്ല, അമ്പലത്തിൽ പോയിട്ട് 2 പേരുടെ നെറ്റിയില് ചന്ദനൊന്നും ഇല്ലല്ലോ.
അവിടെ അമ്പലത്തിനടുത്തൊരു കുളം ഉണ്ടായിരുന്നു, അവിടെ മോഹം കഴിയായിരുന്നു. പിന്നെ അന്നദാനത്തിന്റെ സമയത്ത് അരുൺ വിളിച്ചത്. ഞാൻ പറഞ്ഞില്ലേ അന്നദാനത്തിലൊക്കെ പങ്കെടുത്ത് കാണും. പായസം ഉണ്ടായിരുന്നോ മോളെ? കടുംപായസം ഉണ്ടായിരുന്നു. ആ ഇതുപോലുള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ എന്നാ പിന്നെ അമ്മയും കൂടി കൂട്ടിക്കൂടായിരുന്നോ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അമ്പലത്തിലേക്ക് പോണെന്ന് പറഞ്ഞിട്ടല്ല ഇറങ്ങിയത്. ഇവിടെ വന്നപ്പോ പവിത്രയുടെയും കണ്ണേട്ടനും അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുക. പിന്നെ ഞാനും കൂടി. ഞാനിങ്ങോട്ട് വന്നത് കാർത്തൂൺ വിളിക്കാൻ മാത്രമല്ല, മാളുവും അപ്പച്ചൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഉണ്ണിക്കെന്തോ കല്യാണത്തോട് താല്പര്യമില്ലാന്ന്. അത് ഞാനും കേട്ടു. പവിത്രയും ഞാനും ഒക്കെ അവനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നേ. എങ്കിലും മോൾ അവനെ കണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞോളാം കണ്ണേട്ടാ. ഈ കല്യാണത്തിന്റെ ഇടനിലക്കാരി ഞാനാ. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഉണ്ണിയേട്ടന് ഒളിച്ചോടി പോകാനൊന്നും പറ്റില്ല. എന്തായാലും ഞാനിന്ന് കണ്ടിട്ട് വരാം. എന്റെ കുഞ്ഞിന് എന്തു പറ്റിയെന്ന് അറിയത്തില്ല അരുണേ. അവനിപ്പോ ഏത് നേരത്തും അവനിയാ, ആരോടും അങ്ങനെ മിണ്ടുന്നില്ല. അല്ലേടാ കണ്ണ? അതൊക്കെ ശരിയാ. അതിന് ഇനി അമ്മ പുതിയ കഥകളൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ കഥകളൊന്നും ഉണ്ടാക്കിയതല്ല, കാര്യം പറഞ്ഞതാ. അല്ല അരുണേ, ഈ കരളും മാറ്റി വെച്ച് കഴിഞ്ഞാ പിന്നീട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? അമ്മ അമ്മയുടെ പാട് നോക്കിന്ന് പോയെ. അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ണിക്കുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പറയായിരുന്നല്ലോ. അമ്മ ഇടയ്ക്കിടയ്ക്ക് തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കുന്ന അത് അരുൺ അറിയാവുന്നല്ലേ? എന്നാ പിന്നെ തലയ്ക്കകത്ത് വെളിവുള്ളവര് സംസാരിക്കേ. അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അത് കുറ്റവാ. എന്താ കണ്ടിട്ട് ഉണ്ണിക്ക് പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. അവൻ എന്തോ നിരാശ ബാധിച്ചതാ. വിജിത എവിടേക്ക് വന്നത് ഉണ്ണിക്ക് വിഷമായോ? അല്ല, എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിയുടെ മുൻ ഭാര്യയല്ലേ വിജിത. ഇനിയിപ്പോ മാളുവിനെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോ വിജിത ഇവിടെ നിൽക്കുന്നതിൽ ഉണ്ണിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവോ? ഏയ്, അങ്ങനൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനിയിപ്പോ അതാണ് കാരണമെങ്കിൽ അവനതങ്ങ് തുറന്നു പറഞ്ഞാ പോരെ. വിജിതയുടെ വീട് ഇവിടെ ഉള്ളതല്ലേ, അങ്ങോട്ട് അവരെ വിടാലോ. കൂട്ടിന് പവിത്രയോ അമ്മയോ ആരെങ്കിലും പോയാ പോരെ. ഇത് നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ലായിരുന്നേ. അവന്റെ മനസ്സിനകത്ത് എന്തോ ഒരു വിഷമമുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന കാര്യമുള്ളൂ.